കാഞ്ഞങ്ങാട് അരൈ മോനാച്ച ഭഗവതി ക്ഷേത്രം വളപ്പിൽ ഫോക്ലാൻഡ് മുഖേന ഒരുക്കിയ മിയാവാക്കി വനത്തിന്റെ വളർച്ച വിലയിരുത്താൻ മുംബൈയിലെ സ്ഥാപക സംഘമെത്തി. 58 ഇനങ്ങളിലുള്ള 394 മരങ്ങളാണ് ഈ ദേവവനത്തിൽ ഉള്ളത്. This news sponsored by Shobhika Weddings, Big Mall, കാഞ്ഞങ്ങാട്, കോഴിക്കോട്, കൊയിലാണ്ടി ആൻഡ് കുറ്റ്യാടി. 8 വർഷം മുമ്പാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോർഫ് കെറ്റൽ കെമിക്കൽസ് എന്ന കമ്പനിയുടെ സഹായത്തോടെ തൃക്കരിപ്പൂർ ഫോക്ലാൻഡ് മുൻകൈയെടുത്ത് മോനാച്ച ഭഗവതി ക്ഷേത്രത്തിന്റെ വളപ്പിൽ മിയാവാക്കി വനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്നിങ്ങോട്ടുള്ള ഇവയുടെ വളർച്ചാ പുരോഗതി നേരിൽ കണ്ടറിയുന്നതിനായാണ് കമ്പനിയുടെ സ്ഥാപക സംഘാംഗങ്ങളും മഹാരാഷ്ട്ര സ്വദേശികളുമായ സന്തോഷ് ജഗ്ദാനെ, പ്രൊഫസർ നാഗോഷ് തക്കാലെ, ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ, രാകേഷ് രാമചന്ദ്രൻ എന്നിവരുൾപ്പെടെയുള്ളവർ വീണ്ടും ഇവിടെ എത്തിയത്. ക്ഷേത്രത്തിന് മുൻവശത്തായി പേരാൽ, അരയാൽ തുടങ്ങിയ തണൽ മരങ്ങളും പതിമുഖം, ഞാവൽ തുടങ്ങിയ വൻമരങ്ങളും ചൂട്ടപ്പന, അശോകം തുടങ്ങിയ ഇടത്തരം മരങ്ങളും ദന്തമാല, പാണൽ തുടങ്ങിയ ചെറുമരങ്ങളുമാണ് നട്ടുപിടിപ്പിച്ചത്. ഇങ്ങനെ 58 ഇനങ്ങളിലുള്ള 394ഓളം മരങ്ങൾ നട്ടുവളർത്തിയാണ് ഈ ആരാധനാലയത്തിൻ്റെ 2.5 സെന്റോളം വരുന്ന സ്ഥലത്ത് ഒരു ദേവവനം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണം, പക്ഷികൾക്കുള്ള ആവാസ വ്യവസ്ഥ, ശുദ്ധവായു ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ മിയാവാക്കി വനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യം. ക്ഷേത്രാംഗങ്ങളുടെ കൃത്യവും ആത്മാർത്ഥവുമായ പരിപാലനം വനവൽക്കരണത്തിൻ്റെ വിജയത്തിന് വലിയ മുതൽക്കൂട്ടായി. പദ്ധതി പ്രദേശം സന്ദർശിക്കാനെത്തിയ സ്ഥാപകാംഗങ്ങൾ ഇക്കാര്യത്തിൽ അങ്ങേയറ്റത്തെ സംതൃപ്തിയും അഭിനന്ദനവും രേഖപ്പെടുത്തി. When we prepare the soil, we should add a forest soil in that. So Miyawaki flourish. So Miyawaki having a close association with the natural forest. So Kerala, this area having a large natural forest. So that's why this Miyawaki is flourished. Okay. We have not added here any forest soil. No. But Yeah, it's original. That's why the success goes to the tall trees. Yeah. This is the answer for that. And even Shivang and Deepika madam also came here, and there was a lot of huge gathering to create this forest, and I feel very proud of the people of this place. They are having great affection. Every year they are celebrating anniversary of this Miyawaki and trying to replicate it many other places also. So such types of initiatives need to be replicated at many places. So people and all kids will get good love and affection from the nature. അവർ കണ്ടതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു മിയാവാക്കി വനമാണ് എന്നാണ് അവർ പറയുന്നത്. ഇതൊരുപക്ഷെ ആളുകൾക്ക് നാളെ പഠിക്കാൻ വേണ്ടിയിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടും കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. ഇതൊരു മാതൃകയായിട്ട് ഈ മിയാവാക്കി മാറട്ടെ എന്നുള്ള ആശംസയാണുള്ളത്. 8 വർഷത്തിന് മുമ്പേ തുടങ്ങിയ കേരളത്തിലെ ഒരുപക്ഷെ ഫോക്ലാൻഡിൻ്റെ നേതൃത്വത്തിൽ ആദ്യം ചെയ്ത മിയാവാക്കിയാണ്. നല്ല വിജയമാണ്. ഇതിൻ്റെ കാടുകളുടെ, ഈ മരങ്ങളുടെ വളർച്ചയും അതൊരു കാടായിട്ട് രൂപം കൊണ്ടതുമൊക്കെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. ഇത് ഇനിയും തഴച്ച് വളരട്ടെ, ഇതുപോലുള്ള സംരംഭങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എ വി കൃഷ്ണൻ, എം സജിത്ത്, പനക്കൂൽ കൃഷ്ണൻ, സിനിമാ താരം കൂടിയായ തമ്പായിയമ്മ, സുരേശൻ മോനാച്ച, പി നാരായണൻ, എം നാരായണൻ തുടങ്ങിയ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് അതിഥികളായി എത്തിയ സ്ഥാപക അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണവും മാതൃകാപരമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.